രണ്ടുപേർക്ക് കൂടി അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചതോടെ അതീവ ജാഗ്രതയിൽ കോഴിക്കോട് ജില്ല. 3 മാസം പ്രായമായ കുഞ്ഞിനും യുവാവിനുമാണ് ഇന്ന് രോഗം കണ്ടെത്തിയത്. കിണർ വെള്ളത്തിൽ നിന്നാണ് കുഞ്ഞിന് രോഗം ബാധിച്ചത് എന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. കോഴിക്കോട് നിന്ന് ദിസ്ന സുരേഷ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. കോഴിക്കോട് ജില്ലയിൽ അതീവ ജാഗ്രതാ നിർദ്ദേശമാണ് ആരോഗ്യ വകുപ്പിന്റെ ഭാഗത്തു നിന്ന് പുറപ്പെടുവിച്ചിട്ടുള്ളത്. പ്രധാനമായും ഓമശ്ശേരിയിലെ 3 മാസം പ്രായമുള്ള കുട്ടിക്കും അതോടൊപ്പം തന്നെ അന്നശ്ശേരിയിലെ ഒരു യുവാവിനുമാണ് ഇന്ന് അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചിരിക്കുന്നത്. കുട്ടിയുടെ വീട്ടിലെ കിണറ്റിൽ നിന്നാണ് ഈ രോഗം പടർന്നത് എന്നൊരു സ്ഥിരീകരണത്തിലാണ് ആരോഗ്യ വകുപ്പ് എത്തിയിട്ടുള്ളത്. കിണർവെള്ളം ഒക്കെ തന്നെയും വറ്റിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നാളെയൊക്കെ തന്നെയും ബോധവൽക്കരണ ക്ലാസുകൾ നൽകും. കൂടുതൽ ആളുകളിലേക്ക് രോഗം പടർന്നിട്ടുണ്ടോ എന്നത് പരിശോധിക്കുമെന്ന് തന്നെയാണ് ആരോഗ്യ വകുപ്പിന്റെ ഭാഗത്തു നിന്ന് നമുക്ക് ലഭ്യമായിട്ടുള്ള വിവരം. കുട്ടി ഇപ്പോൾ വെന്റിലേറ്ററിൽ കഴിയുന്നു എന്ന വിവരമാണ് നിലവിൽ പുറത്തുവരുന്നത്. എന്തായാലും ഈ വർഷം സംസ്ഥാനത്ത് അഞ്ച് അമീബിക് മസ്തിഷ്ക മരണമാണ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. അതിൽ 4 കോഴിക്കോട് ജില്ലയിലാണ് ഉണ്ടായിട്ടുള്ളത്. കഴിഞ്ഞ ദിവസമാണ് താമരശ്ശേരിയിലെ അനയെ ഇത്തരത്തിൽ അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിക്കുകയും മരിക്കുകയും ചെയ്തിട്ടുള്ളത്. എന്തായാലും അതീവ ജാഗ്രതാ നിർദ്ദേശമാണ് ആരോഗ്യ വകുപ്പിന്റെ ഭാഗത്ത് നിന്ന് പുറപ്പെടുവിച്ചിട്ടുള്ളത്. പനി മറ്റ് ലക്ഷണങ്ങൾ ഉണ്ടായാൽ സ്വയം ചികിത്സ പാടില്ലെന്നും ഉടൻ ആശുപത്രിയിൽ എത്തണം എന്ന നിർദ്ദേശമാണ് ആരോഗ്യ വകുപ്പ് പുറപ്പെടുവിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ടത് കഴിഞ്ഞ ദിവസം ഈ താമരശ്ശേരിയിൽ അനയ കുളിച്ച വീടിനടുത്തുള്ള കുളത്തിലെ ജലസാമ്പിളുകൾ പരിശോധിച്ചിട്ടുണ്ട്. അതിൽ നിന്നാണോ ഈ രോഗത്തിന്റെ ഉറവിടം എന്നത് സംബന്ധിച്ച് സ്ഥിരീകരണം ഉണ്ടാവണം. നാളെ ഇപ്പോൾ അനയുടെ വീടിനടുത്തുള്ള സ്ഥലങ്ങളിലൊക്കെ തന്നെയും സ്കൂളുകളിൽ ഉൾപ്പെടെ ബോധവൽക്കരണ ക്ലാസുകൾ നൽകുമെന്ന് തന്നെയാണ് ആരോഗ്യ വകുപ്പ് അറിയിച്ചിട്ടുള്ളത്. എന്തായാലും കോഴിക്കോട് ജില്ലയിൽ അതീവ ജാഗ്രതാ നിർദ്ദേശമാണ് ആരോഗ്യ വകുപ്പ് മുന്നോട്ട് വെച്ചിട്ടുള്ളത്.